നമസ്കാരം, ഞാൻ രാജേഷ് കൃഷ്ണൻ, കുമളിയിൽ നിന്ന്. ഇത് ബോഡിയിൽ നിന്ന് ചിന്നമണ്ണൂരോടൊക്കെ പോകുന്ന വഴിക്ക് കാണുന്ന ഒരു തോട്ടമാണ് ഇത്. മുല്ലപ്പൂ കൃഷിയാണ്. മുല്ലപ്പൂ കൃഷി ചെയ്തേക്കുവാണ്. ഇപ്പോൾ ഇവിടെ പുള്ളി നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഉണങ്ങിയ ചാണകമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കർഷകൻ, ഞാൻ ഈ സൈഡിൽ കൂടെ പോയപ്പോൾ മുല്ലപ്പൂവിനെ പറിച്ച് മാറ്റിയതിന് ശേഷം പുള്ളി കൂട കെട്ടുന്ന സമയത്താണ് കണ്ടത്. അപ്പോൾ പുള്ളി പറയുന്നത് ഉണങ്ങിയ ചാണകം മാത്രമാണ് പുള്ളി ഇതുവരെ അപ്ലൈ ചെയ്തിട്ട് വേറെ വളങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഭൂവസ്ത്രയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ഗ്രോ മാജിക്കിനെ കുറിച്ചും പറഞ്ഞു. കുറേ വീഡിയോസും ഫോട്ടോസും പുള്ളി കാണിച്ചു. എനിക്ക് ഫോൺ നമ്പറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണർ ഇവിടെ ഇല്ല. ഓണറോട് സംസാരിച്ചാൽ മാത്രമേ അതിൻ്റെ തീരുമാനം പറയത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഓണറോട് ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. എനിക്ക് തമിഴ് അത്ര ഫ്ലുവൻ്റായിട്ട് പറയാൻ അറിയത്തില്ല, എങ്കിലും അറിയാവുന്ന തമിഴിലൊക്കെ പുള്ളിയോട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. പുള്ളി ഇന്ന് ഇവിടെ ഇല്ല, ദിണ്ടുകൽ പോയേക്കുവാണ്. അടുത്ത ഒരു ദിവസം ഈ വഴി വരുമ്പോൾ സാർ വന്നാൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഗുണമുള്ള കാര്യമാണെങ്കിൽ നമുക്ക് താല്പര്യം എടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ഉണക്ക ചാണകത്തിൽ കൂടി ആദ്യത്തെ ഒരു 3 പ്രാവശ്യം നല്ല വിളയായിരുന്നു. അതിനുശേഷം വിള കുറവാണ്. അതുകൊണ്ടാണ് പുള്ളി ഇതിനെക്കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞത്. മുല്ലപ്പൂവിൻ്റെ മൊട്ടൊക്കെ ഉണ്ട്, ഒരുമാതിരി ചെറുതായി, വളരെ ഫലം കുറവായ രീതി. ഇത്രയും വളരെ കുറഞ്ഞൊരു ഫലം വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിതിന് ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ഞാൻ ചെയ്തോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ചെയ്യേണ്ടത് ഇങ്ങനെയുള്ളൂ. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി, ഇങ്ങനെയുള്ള കർഷകരെ കണ്ടെത്തി നമ്മളൊരു ചലഞ്ച് ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്. 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ഇന്ത്യ അഗ്രോ പ്രോഡക്റ്റുകൾ. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു കഴിവ് തെളിയിക്കാൻ പറ്റുന്നത്. മറ്റുള്ള കർഷകരോട് പറയാനും കാണിക്കാനും ഒക്കെ നമുക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. നന്ദി, നമസ്കാരം.